ഇവിടെ പിള്ളേർക്ക് ബീഫ് അൽഫാം തിന്നണമെന്ന് ഒരു മോഹം. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ തിരഞ്ഞിട്ടും ബീഫ് അൽഫാം അങ്ങനെ എനിക്ക് കിട്ടിയില്ല കേട്ടോ. ഞാൻ ടൈപ്പ് ചെയ്തതിൻ്റെ ബുദ്ധിമുട്ടാണോന്നറിയില്ല, എനിക്ക് കിട്ടിയില്ല. അപ്പം ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ്, നടക്കോ ഇല്ലേന്ന്. അപ്പോൾ ഇതെൻ്റെ സ്വന്തം സൃഷ്ടിയാണ്, വേറെ ആരെയും കോപ്പി അടിച്ചതല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാം. പേടിക്കേണ്ട, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കഴിച്ചതാണ്, ഞാനും വീട്ടിലുള്ളവരൊക്കെ കഴിച്ചതാണ്. അപ്പോൾ കുഴപ്പമില്ല, ഞാനങ്ങനെ ഇറച്ചി കഴിക്കാറില്ല. വീട്ടിലുള്ളവരൊക്കെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ സംഭവമാണ്. അപ്പോൾ ധൈര്യമായിട്ട് ഉണ്ടാക്കിയോ, പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബീഫിലേക്ക്, വലിയ കഷ്ണങ്ങളാക്കിയ ബീഫിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. സാധാരണ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് പേടി, കുക്കർ ഇത്തിരി പഴയതാണ്, അപ്പോൾ എല്ലാ അടിയിൽ പിടിച്ചാലോ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേവിക്കുക. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് വെന്തുടഞ്ഞ് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 2-3 വിസിൽ വന്നതിന് ശേഷം കുറച്ച് നേരം ഒന്ന് സിമ്മിൽ വെച്ചിട്ട് ഒന്ന് ഏകദേശം നമ്മൾ നെക്കുമ്പോൾ ഒന്ന് വെന്തിട്ടുണ്ടാവുന്ന ഒരു പരുവത്തിലെടുക്കുക. അപ്പോൾ ബാക്കിയുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് 2 പച്ചമുളക്, ചെറിയ ഉള്ളി ഒരു 5-8 എണ്ണം, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇത് 3 കൂടി ഒന്ന് ചതച്ചെടുക്കുക. നന്നായിട്ട് കഴുകി ചതച്ചെടുക്കുക. ചതച്ചെടുത്തിട്ട് അതിലേക്ക് ഇനി കുറച്ച് മസാല കൂടി ചേർക്കണം. ചെറുനാരങ്ങ നീര്, തൈര്. അപ്പോൾ തൈരിൻ്റെ പുളിയും ചെറുനാരങ്ങ നീരും ഒഴിക്കുമ്പോൾ തൈരിൻ്റെ പുളി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ബാക്കി കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ തൈരും കൂടി ചേർത്ത് കഴിഞ്ഞ ശേഷം കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ, പിന്നെ വേണ്ടത് മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ഒരു 1.5 ടീസ്പൂണും 1 ടീസ്പൂണോളം മതി കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂണോളം മന്തി മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് ചേർക്കുക. ഈ മന്തി മസാലയൊക്കെ എല്ലാം കൂടി കുഴച്ചിട്ട് നമ്മളിനി ഒന്നും ചെയ്യില്ല, ബീഫിലേക്ക് തിരുമ്മി പിടിപ്പിച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, നെക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞു വന്ന പരുവത്തിലായിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യാനില്ല, ഈ വെള്ളത്തിൽ നിന്ന് ബീഫ് കോരിയെടുക്കുക. എന്നിട്ട് ആ മസാല തേച്ചിട്ട് ഒരു 3-4 മണിക്കൂർ മിനിമം കേട്ടോ, മാക്സിമം നമുക്ക് എത്ര നേരം വേണമെങ്കിലും വയ്ക്കുക, തിരുമ്മി പിടിപ്പിച്ചിട്ട്. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ തന്നെയാണ് വെച്ചത്. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് മാരിനേഷൻ അത് പിടിക്കണം. ഇനി ഒന്നും ചെയ്യാനില്ല, ഓവനിൽ ഗ്രില്ല് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ പാനിലും നമുക്ക് തിരിച്ച് മറിച്ചിട്ടൊക്കെ വയ്ക്കാം കേട്ടോ. ആദ്യം ഞാൻ ഓവനിൽ എങ്ങനെ ചെയ്യാമെന്ന് കാണിക്കാം. ഓവൻ എൻ്റെ LGയുടെ ഓവൻ ആയതുകൊണ്ട് അതിൽ ഗ്രില്ലിങ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കൺവെൻഷനിൽ എല്ലാത്തിലും ഗ്രില്ലിങ് ഓപ്ഷൻ ഉണ്ടാവും. ഒരു 200 ഡിഗ്രി സെൽഷ്യസിലൊക്കെ വെച്ചാൽ മതിയായിരിക്കും ഗ്രില്ല് ചെയ്യുമ്പോൾ. എന്നിട്ട് അതിൽ ഒരു 20 മിനിറ്റ്സ് വെക്കുക. അപ്പോൾ 10 മിനിറ്റ് വെച്ചിട്ട് ഒരു സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ച് വെച്ചിട്ട് അതിന് മുകളിൽ സൺഫ്ലവർ ഓയിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക. ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി, അത് ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ തിരിച്ച് വെച്ചിട്ട് അങ്ങനെ ഒരു 2 പ്രാവശ്യം തിരിച്ച് വയ്ക്കുമ്പോഴത്തേക്കും ഏകദേശം ഈ ഒരു കളർ കിട്ടും. ഇനി നമുക്ക് ശരിക്കും അൽഫാം എന്ന് പറയുമ്പോൾ ഒരു ചാർക്കോളിൻ്റെ ഫ്ലേവർ വേണമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ളതും ഞാൻ കണ്ടുപിടിച്ച്, നമ്മൾ മന്തിയൊക്കെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കൂലേ ചാർക്കോളിൽ വെച്ചിട്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ പീസുകൾ ചുറ്റിനും വെച്ച് അതിന് നടുക്കൊരു പാത്രം വെച്ചിട്ട് നമ്മൾ ചാർക്കോൾ കത്തിച്ച് അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുമ്പോൾ പുക വന്ന് ശരിക്കും ഇതാവുമല്ലോ. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ ശരിക്കും ആ സ്മെല്ലും അതിന് കറക്റ്റായിട്ട് കിട്ടിയിട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. പാനിൽ ചെയ്യുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്തത് ഇറച്ചി പൊരിച്ചെടുക്കുക. തിരിച്ച് മറിച്ചിട്ടിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. പിന്നെ ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ സ്മോക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഓവൻ ഇല്ലെങ്കിൽ നമുക്ക് അൽഫാം വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇതേപോലത്തെ ഒരുപാട് സിമ്പിൾ റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മറിയംസ് ലിറ്റിൽ ഓവൻ. ബൈ.